ഒരു ഓയിൽ വെല്ലിൻ്റെ ഡ്രില്ലിംഗ് നടക്കുന്ന റിഗ് നമുക്ക് ഓഫ് ഷോർ എന്നും ഓൺ ഷോർ എന്നും പറയാം. അപ്പോൾ ഓൺ ഷോർ എന്ന് പറയുന്നത് കരയിൽ ഡ്രില്ലിംഗ് നടക്കുന്നതും ഓഫ് ഷോർ എന്ന് പറയുന്നത് കടലിൽ സീ ഡ്രില്ലിംഗ് നടക്കുന്നതും. ഇനി ഓൺ ഷോറും ഓഫ് ഷോർ ആയാലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് കമ്പനിയാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് കമ്പനി തീർച്ചയായിട്ടും അവർക്കൊരു പ്രൊഡക്ഷൻ ലൈസൻസ് വേണം അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ ആ പ്രൊഡക്ഷൻ ലൈസൻസ് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി അത് ഗവൺമെൻറ്റോ കിങ്ഡമോ ഓൺഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കിങ്ഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് പ്രൊഡക്ഷൻ ലൈസൻസ് മേടിക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ ലൈസൻസ് ലഭിക്കുന്നതിന് അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീസ്മിക് സർവേസ് അനാലിസിസ് ആ റിപ്പോർട്ട്സ് എല്ലാമാണ്. അങ്ങനെ ഒരു സീസ്മിക് സർവേ ചെയ്തിട്ടാണ് നമുക്ക് മണ്ണിനടിയിലായാലും കടലിനടിയിലായാലുമുള്ള ഓയിൽ എത്രത്തോളം റിസർവ്സ് ഉണ്ടെന്നും എത്രത്തോളം നമുക്കത് വയബിൾ ആണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ സീസ്മിക് സർവേ അനാലിസിസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ലൈസൻസ് കിട്ടുക. അങ്ങനെ വൺസ് ഒരു ഓപ്പറേറ്റിംഗ് കമ്പനിക്ക് പ്രൊഡക്ഷൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം അവരാദ്യം ചെയ്യുന്നത് അവിടെ ഒരു എക്സ്പ്ലോറേഷൻ വെൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പ്ലോറേഷൻ ഫേസ് ഉണ്ട്, പിന്നീട് അപ്രൈസൽ ഫേസ് ഉണ്ട്, പിന്നീടാണ് ഡെവലപ്മെൻറ്റ് റിഗിലേക്ക് പോവുക. അപ്പോൾ ഒന്ന് എക്സ്പ്ലോറേഷൻ റിഗാണ്. അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ എത്രത്തോളം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ട്, ആ റിസർവ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെപ്ത് എത്രത്തോളമാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നതിനും ഇനി മുമ്പോട്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നറിയുന്നതിനും വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേഷൻ വെൽസ് അവിടെ ഡ്രിൽ ചെയ്യുക. അങ്ങനെ വൺസ് എക്സ്പ്ലോറേഷൻ റിഗ് ഡ്രിൽ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ഫീൽഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ആ കറസ്പോണ്ടിങ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുകയും അതിനുശേഷമാണ് അപ്രൈസൽ വെല്ലിലേക്ക് പോവുക. സോ വൺസ് അപ്രൈസൽ വെല്ലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് പിന്നീട് ഡെവലപ്മെൻറ്റ് വെൽസിലേക്ക് പോവുക. അപ്പോൾ 2, 3, 4 സ്റ്റേജിലായിട്ടാണ് ഈ ഡ്രില്ലിംഗ് നടക്കുന്ന റിഗ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ വൺസ് ഡെവലപ്മെൻറ്റ് വെൽസ് അത് ഡ്രില്ലിംഗ് കഴിഞ്ഞു, പിന്നീടാണ് ഈ ഡെവലപ്മെൻറ്റ് വെൽസിൽ നിന്നാണ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതും അങ്ങനെ ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും. അങ്ങനെ ഒരു സമയം കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റനൻസ് വരാം. ഇനി വൺസ് ഒരു പീരീഡ് ഓഫ് ടൈം എത്തുമ്പം ആ പ്രൊഡക്ഷൻ അവിടുത്തെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ആദ്യകാല പ്രൊഡക്ഷനെ അപേക്ഷിച്ച് പിന്നീട് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ ഒരു സമയത്ത് ഇത് എക്കണോമിക്കൽ അല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ സമയം ആ റിഗ് അബാൻഡൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത് എക്സ്പ്ലോറേഷൻ വെൽസ് ഉണ്ട്, പിന്നീട് അപ്രൈസൽ വെൽസ് ഉണ്ട്, പിന്നീട് ഡെവലപ്മെൻറ്റ് വെൽസ് ഉണ്ട്. അങ്ങനെ അവസാനം വെൽ കംപ്ലീഷൻ കഴിഞ്ഞ് അവസാനം പ്രൊഡക്ഷൻ അത് കോസ്റ്റ്ലിയാണ് അല്ലെങ്കിൽ അത് എക്കണോമിക്കൽ അല്ല എന്നൊരു സമയം വരുമ്പം ആ വെൽ അബാൻഡൻ ചെയ്യും അല്ലെങ്കിൽ ആ റിഗ് അബാൻഡൻ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്.